നമ്മൾ ഒരു മലയുടെ മുകളിലൂടെ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ അങ്ങ് താഴെ കോട്ടൂർ ബേ കാണുന്നു. കോട്ടൂർ ബേക്ക് ചുറ്റുമുള്ള പർവ്വതനിരകൾ കാണുന്നു. അതിൻ്റെ ഓരത്ത് കോട്ടൂർ എന്ന പുരാതന നഗരം കാണുന്നു. അതിൻ്റെ ചുവന്ന ഓടിട്ട കെട്ടിടങ്ങൾ കാണുന്നു. മനോഹരമായ ദൃശ്യസാധ്യതകളുള്ളൊരു പ്രദേശത്തൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ചേർന്ന് കിടക്കുന്ന മറീനയുണ്ട്. അതിന് പ്രൊമനേഡ് എന്ന് പറയുന്ന ഒരു ഭാഗം. അവിടെ വലിയ കപ്പലുകൾ ചേർന്ന് കിടക്കുന്നുണ്ട്, ചെറിയ ബോട്ടുകളുണ്ട്, ഉല്ലാസ നൗകകളുണ്ട്, കറ്റമരനുകളുണ്ട്. ലോകത്തെ കോടീശ്വരന്മാരുടെ ജല കേളികൾക്കുള്ള എല്ലാ വാഹനങ്ങളും അവിടെ നിരന്ന് കിടക്കുന്നു. കോട്ടൂർ നഗരം എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു പർവ്വതത്തിൻ്റെ ചുവട്ടിലാണ്. പർവ്വതമാണ് ശരിക്കും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് വേണം നമുക്ക് പറയാം. ഇതിൻ്റെ മുൻഭാഗം, നഗരത്തിൻ്റെ മുൻഭാഗം ഈ കോട്ടൂർ ഉൾക്കടലും. അപ്പോൾ ഈ ഉൾക്കടലിനും വലിയ പർവ്വതത്തിനും ഇടയിലുള്ള ഒരു നേർത്ത ഭൂഭാഗത്താണ് ഈ നഗരം രൂപം കൊണ്ടിരിക്കുന്നത്. നഗരത്തിൻ്റെ മുൻഭാഗം, അതായത് കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗം വലിയൊരു കോട്ട കൊണ്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. പിന്നിൽ മല, മുന്നിൽ കോട്ട, അതിൻ്റെ മുന്നിൽ ഈ ഉൾക്കടലും. അതിമനോഹരമായൊരു ഭൂപ്രദേശം. അപ്പോൾ ഇതിൻ്റെ കോട്ടൂർ ബേ എന്ന് പറയുന്നത് നല്ല പളുങ്ക് ജലം നിറഞ്ഞു കിടക്കുന്ന ഒരു കടൽ, ഒരു ഉൾക്കടൽ. വലിയ തിരയൊന്നുമില്ല. നമുക്ക് പലയിടത്തും കടലിൻ്റെ അടി തന്നെ കാണാം. പാറയാണ് അടിയിൽ. അതുപോലെ തന്നെ ഉണ്ടക്കല്ലുകളാണ് നമുക്ക് കാണാവുന്നത്. കുറച്ച് കടലിൻ്റെ നടുവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കതൊന്നും ദൃശ്യമല്ലെങ്കിലും നല്ല തെളിഞ്ഞ ജലം. ഒരു കടൽ ജലത്തിന് കാട്ടരുവി പോലെ തെളിഞ്ഞ ജലം ഉണ്ടാകാൻ പറ്റുമെന്ന് നമുക്ക് അത്ഭുതം തോന്നും. എത്ര വൃത്തിയായിട്ട് അതിനെ സംരക്ഷിക്കുന്നത്. എത്രയായിരം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു ഓരോ ദിവസവും. എത്രയെത്ര ജലവാഹനങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നു.